ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു ദിവസം കൂടി നമുക്ക് സർവശക്തനായ ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനം. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. നമ്മളെ ലോകം മുഴുവനും ശപിക്കപ്പെട്ടവനെന്നും വെറുക്കപ്പെട്ടവനെന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം അവരുടെ അടുക്ക് പോകരുത് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന ഈ സമയം കർത്താവായ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ജനത നിങ്ങളെ അനുഗ്രഹീതർ എന്ന് വിളിക്കും. നിങ്ങളുടെ ഭവനം സഹനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഭവനമാണെങ്കിൽ പോലും അത് ആനന്ദത്തിൻ്റെ ഭവനമാക്കി ഞാൻ മാറ്റും. നിങ്ങളുടെ ജീവിതം ആനന്ദമാക്കി മാറ്റും. നിങ്ങളെ നോക്കുന്നവർ അനുഗ്രഹീതൻ എന്ന് നിങ്ങളെ വിളിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം നമുക്ക് രണ്ട് കരങ്ങളും നീട്ടി പൂർണ്ണമായിട്ട് സംതൃപ്തിയോടെ സ്വീകരിക്കാം. ഇന്നു മുതൽ നിങ്ങളെ കാണുന്നവർ എല്ലാം നിങ്ങളെ അനുഗ്രഹീതർ എന്ന് വിളിക്കട്ടെ. നിങ്ങളുടെ ഭവനം ആനന്ദത്തിൻ്റെ ഭവനമായി മാറട്ടെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവചനം നിങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.